സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങൾ, ചൂഷണങ്ങൾ, വെട്ടിനിരത്തലുകൾ ഇവയെല്ലാം പുറത്തു കൊണ്ടുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുന്ന സമയമാണ്. ആ കൊടുങ്കാറ്റ് സിനിമാ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇത്തരം വിവേചനങ്ങൾ കേരള രാഷ്ട്രീയത്തിലും നടക്കുന്നുണ്ടോ? 37 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള കോൺഗ്രസിന്റെ മുതിർന്ന വനിതാ നേതാവ് സിമി റോസ് ബെൽജോൺ ആണ് നമുക്കൊപ്പം ഇത്തവണ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതൊരു തുറന്നുവിട്ട ഒരു ഭൂതം പോലെ കൂടുതൽ വെളിപ്പെടുത്തലുകളും ആ പൊട്ടിത്തെറികൾക്കും പല മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്നതിലേക്കുമൊക്കെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഉയർന്ന ചോദ്യം, ഇത് ഇങ്ങനൊരു ശുദ്ധികലശം നടക്കുന്നത് സിനിമാ മേഖലയിൽ മാത്രമായിട്ട് ചുരുങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം. കേരളത്തിലെ രാഷ്ട്രീയ മേഖലയും അത്തരത്തിൽ ഒരു ശുദ്ധികലശത്തിന് വിധേയമാകേണ്ട സാഹചര്യമുണ്ടോ? എല്ലാ മേഖലയിലും, രാഷ്ട്രീയം മാത്രമല്ല, സിനിമ മാത്രമല്ല, എല്ലാ മേഖലകളിലും തൊഴിലിടങ്ങളിൽ ചൂഷണമുണ്ട്. എല്ലാ രംഗത്തും ഉള്ള ഒരു കാര്യമാണ്. സ്ത്രീ ചൂഷണം ചെയ്യപ്പെടുന്നു. പക്ഷെ അവസരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചൂഷണത്തിന് നിന്ന് കൊടുക്കുന്നത് തെറ്റ് എന്നാണ് എൻ്റെ പക്ഷം. അതായത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ള ചൂഷണങ്ങൾക്ക് അല്ലെങ്കിൽ അവസരത്തിന് വേണ്ടി അങ്ങനെ ചൂഷണങ്ങൾക്ക് നിൽക്കേണ്ട സ്ഥിതി കേരള രാഷ്ട്രീയത്തിൽ ചുരുക്കമെങ്കിലും ഉണ്ടാകുന്നുണ്ട് എന്നാണോ? ഉണ്ടാകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇല്ല എന്ന് പറയുന്നത് ഒരു എന്നോട് തന്നെയുള്ള ഒരു നീതി നിഷേധമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ തുറന്നത് 37 വർഷത്തോളം പ്രവർത്തന പരിചയമുള്ള രാഷ്ട്രീയ ജീവിതമുള്ള സിമി റോസ് ബെൽജോൺ ഇപ്പോൾ എവിടെയാണ്? എന്താണ് അർഹിച്ച അംഗീകാരം കിട്ടാത്തത് എന്നുള്ളൊരു ചോദ്യം പല ഭാഗങ്ങളിൽ നിന്ന് വരുമ്പോൾ അതിന്റെ ഉത്തരവും ഇതൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും. ഞാൻ മഹാരാജാസ് കോളേജിൽ, എറണാകുളം മഹാരാജാസ് കോളേജിൽ KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് സാംസ്കാരിക അവിടെ ഒരു KSUവിന്റെ ഒരു കൾച്ചറൽ ഫോറം വിങ് ഉണ്ട്, അതിന്റെ സെക്രട്ടറി ആയിരുന്നു, ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇങ്ങനെ വളരെ താഴെത്തട്ടിൽ തുടങ്ങിയ പ്രവർത്തന മേഖലയാണ്. പിന്നെ തുടർച്ചയായിട്ട് 2 വർഷം, അതായത് ഞാൻ ഡിഗ്രിക്ക് ചേർന്നതിന്റെ ഒരു പിറ്റേ ദിവസമാണ് നോമിനേഷൻ കൊടുക്കേണ്ടത്. അപ്പം ആ കോളേജ് പോലും എനിക്ക് അപരിചിതമാണ്. പക്ഷെ ഞാനൊരു അവസരം നഷ്ടപ്പെടുത്തിയില്ല. ഞാൻ നോമിനേഷൻ കൊടുത്തു. ഞാൻ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തന്നെ അവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് ഞാൻ ജയിച്ചു. പിന്നീടും ഞാൻ 2 തവണ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് ജയിച്ചു. അത് KC വേണുഗോപാൽ എല്ലാം അന്ന് എൻ്റെ കോളേജിൽ എന്നെ കാണാൻ വന്നിട്ടുണ്ട്, സർവകലാശാലയിലേക്കുള്ള തെരഞ്ഞെടുപ്പോടനുബന്ധിച്ചിട്ട്. അന്ന് മുതൽ ഇവരൊക്കെ ആയിട്ട് വളരെ അടുത്ത ഒരു ആത്മബന്ധം തന്നെ ഉണ്ടെന്ന് പറയാം. പിന്നെ മഹാത്മാഗാന്ധി സർവകലാശാലയിലും ഞാൻ സെനറ്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പം എൻ്റെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ അത് കണ്ടുപിടിച്ചതും തെരഞ്ഞെടുപ്പിനെ നിർത്തിയതും ഒക്കെ ഇപ്പോൾ അന്തരിച്ച ഞങ്ങളുടെ പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ PT തോമസ് ആണ്. അദ്ദേഹമാണ് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ പിതാവിനോട്, കാരണം ഞാൻ എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഏക മകളാണ്. അപ്പം അവർക്ക് ഒരു കുട്ടീനെ കോളേജ് ഇലക്ഷന് പോയി പഠിച്ച് കിട്ടി വരിക, അത്രയൊക്കെ ഉള്ളൂ അവരുടെ സ്വപ്നങ്ങൾ. പക്ഷേ PT അദ്ദേഹത്തോട് പോയി പറഞ്ഞു. അങ്ങനെ PT എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മലയാള മനോരമ ബാലചന്ദ്രൻ സെക്രട്ടറിൻ്റെ എറണാകുളം യൂണിയൻ്റെ പ്രസിഡന്റ് ആയിരുന്നു, മധ്യമേഖലയുടെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ വളരെ ആക്റ്റീവായിരുന്നു ഞങ്ങളന്ന്. ആ ഒരു കാരണം കൊണ്ട് തന്നെ PT എൻ്റെ പിതാവിനെ, അദ്ദേഹം അന്ന് HMTയിൽ എഞ്ചിനീയറാണ്, അദ്ദേഹമൊക്കെയാണ്, അദ്ദേഹത്തെ കളമശ്ശേരിയിലെ ഓഫീസിൽ പോയി കണ്ട് സംസാരിച്ചിട്ടാണ് എന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട്. അതുപോലെ തന്നെ എൻ്റെ അമ്മയടുത്തും വന്ന് പറഞ്ഞു. അങ്ങനെയാണ് സത്യത്തിൽ ഞാൻ PT എന്നൊരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പൊതുരംഗത്തേക്ക് ഒരു പക്ഷേ വരുമായിരുന്നില്ല. കാരണം ഇന്നത്തെ പോലെ അല്ലല്ലോ. ഇന്നിപ്പോൾ ഒരു ലീഡർ ആവണമെങ്കിൽ ഒരാൾ പേരെഴുതി കൊടുത്താൽ ലീഡറാണ്. അന്നെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് കലാലയങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർ, KSU ഒക്കെ വളരെ സജീവമായിരുന്നൊരു കാലഘട്ടത്താണ് ഞാനൊക്കെ പ്രവർത്തിച്ചിരുന്നത്. ആ സമയത്ത് പാർട്ടി കൃത്യമായ അംഗീകാരങ്ങൾ നൽകിയില്ലേ? തീർച്ചയായിട്ടും. പത്മജയുടെ ഡോക്ടർ വേണുഗോപാൽ, പത്മജയുടെ ഹസ്ബൻഡ്, എൻ്റെ ഫാദറുമായിട്ട് അടുപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അവിടെ ജോലി ചെയ്യായിരുന്നു, സിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഞാനൊരു അപകടം പറ്റിയിട്ട്, കോളേജ് പൊളിറ്റിക്സിൻ്റെ ആ സമയത്ത് ഒരു അപകടം പറ്റിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത്, സിറ്റി ഹോസ്പിറ്റലിൽ
അപ്പോൾ പത്മജ ചേച്ചി എന്നെ അവിടെ കാണാൻ വന്നു. ഒന്ന് ആലോചിക്കാം, ആ പത്മജ ചേച്ചിയൊക്കെ അത്രയും ശ്രദ്ധിക്കുമായിരുന്നു പൊളിറ്റിക്സിൽ. കാരണം അന്ന് പനമ്പള്ളിനാറിലാണ് ആ ലീഡർ. അപ്പോൾ KSUവിൽ എല്ലാ ലീഡേഴ്സിനും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഞങ്ങളെ ചേർത്ത് പിടിക്കുമായിരുന്നു. അതിനുശേഷം ഇപ്പോ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ ഒരുപക്ഷെ ഒരു വനിതാ നേതാക്കളിൽ ഒരു രണ്ടാം നിരയിലെ ഒരു പ്രമുഖയായി ഇരുന്ന സിമി റോസ്ബെൽ ജോൺ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രണ്ടാം നിരയിലായിരുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു, ഇപ്പൊ എനിക്ക് എന്റെ പേര് ഒരു നേതാവ് എഴുതി കൊടുത്തില്ല എന്നത് എന്റെ ഒരു അയോഗ്യതയായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ ഇന്നും വളരെ നല്ലൊരു ട്രാക്ക് റെക്കോർഡോടുകൂടി നല്ല അടിത്തറോടുകൂടി ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ഒരു 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 എളിയ പ്രവർത്തകയാണ് അന്നും ഇന്നും. എന്നെ ആർക്കും എനിക്കൊരു പദവി തന്നില്ല എന്ന് പറഞ്ഞ് എന്നെ തളർത്താൻ ആർക്കും പറ്റില്ല. കാരണം ഞങ്ങളൊക്കെ തീയിൽ കുരുത്തതാണ്. ഞാൻ എൻ്റെ ഒരു മകനെ വയറ്റിൽ ചുമന്നുകൊണ്ട് പദയാത്ര നടത്തിയാണ് ഇപ്പോഴത്തെ AICCയുടെ ബഹുമാനീയനായ ജനറൽ സെക്രട്ടറി എൻ്റെ സഹപ്രവർത്തനായ ശ്രീ KC വേണുഗോപാലിനോടൊപ്പം. ഈ ബേനസീർ ഭൂട്ടോ ഗർഭാവസ്ഥയെ ഒളിപ്പിച്ച് വെച്ചിട്ട് സിയാഉൾ ഹക്കിനെ ഇലക്ഷന് നേരിട്ടില്ല. അപ്പം ഞങ്ങളുടെയൊക്കെ പോരാട്ട വീര്യം എന്ന് പറയുന്ന അത്രയും ഭയങ്കരമാണ്. അത് കുടുംബത്തിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പൊടും വെയിലത്തും മഴയത്തും ഒക്കെ ഞാൻ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെയാണ് സൈഡ് ലൈൻ ചെയ്യുന്നത് എന്നത് വേദനാജനകമാണ്. എന്തുകൊണ്ടാണ് ആ സൈഡ് ലൈൻ ചെയ്യുന്ന സമയങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് പല നേതാക്കന്മാരും മുന്നോട്ട് വന്നിട്ടുണ്ട്? അത് ഒരു കാലത്തിന്റെ ഒരു ഗതി അങ്ങനെയല്ലേ? കൂടുതൽ പുതിയ ആൾക്കാർ വരിക, അവർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുക, അതിനെ അങ്ങനെയല്ലേ കാണേണ്ടത്? തീർച്ചയായിട്ടും ഞങ്ങളുടെ സീനിയേഴ്സ് ആയിരുന്ന റോസക്കുട്ടി ടീച്ചർ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്നു. ഇപ്പോൾ CPMലാണ്. അതുപോലെ ശോഭന ജോർജ് KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. നിരവധി തവണ MLA ആയിരുന്നു. ആ കാലഘട്ടത്ത് റോസക്കുട്ടി ടീച്ചറായാലും ജമീല ഇബ്രാഹിം ആയാലും ഒക്കെ ബഹുമാനിയായ ഇന്ദിരാജിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു മുസ്ലിം വനിതാ നേതാവായിരുന്നു ആ കാലങ്ങളിൽ ശ്രീമതി ജമീല ഇബ്രാഹിം. അവരൊക്കെ ഞങ്ങൾ KPCC എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ, ഞാനൊക്കെ അന്ന് ചെറുതാണ്, യൂത്ത് കോൺഗ്രസ് ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു തരുമായിരുന്നു. ഞങ്ങളെ പൊന്നുപോലെയാണ് ചേർത്ത് നിർത്തുക സീനിയേഴ്സ്. ഞങ്ങളെ ശോഭന ചേച്ചിയാണെങ്കിലും പത്മജ ചേച്ചിയാണെങ്കിലും ഒക്കെ ഒരു യാത്ര പോവുകയാണെങ്കിൽ, ഇപ്പം മുല്ലപ്പെരിയാറിൽ ഞങ്ങൾ പോയത് എല്ലാവരും കൂടിയാണ്. മുല്ലപ്പെരിയാറിൽ അന്ന് രമേശ് ചെന്നിത്തല സാർ, അവിടെ രമേശ് ജി, ഞങ്ങളുടെ പ്രിയപ്പെട്ട രമേശ് അവിടെ നിരാഹാര സമിതി ഇരുന്നപ്പോൾ അപ്പോൾ ഒരു ടീമായിരുന്നു പുതിയ തലമുറ. അതുകൊണ്ട് എന്നെയും ഷഹീദ കമാലിനെയും ഒന്നും അവർ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല. പുതിയ തലമുറയാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ചേർത്ത് പിടിച്ചിട്ടാണ് അവർ ഞങ്ങളെ ചിറകിന്റെ കീഴിലാണ് കൊണ്ടു നടന്നത്. ഡൽഹിയിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ ജമീല ഇബ്രാഹിം വിളിക്കും, ഞങ്ങൾ ഈ ഇതിലാണ് പോകുന്നത്, ഒരു 2 ആഴ്ച മുമ്പ് AICCയുടെ സമ്മേളനമായിരിക്കും അല്ലെങ്കിൽ മീറ്റിംഗ് ആയിരിക്കും, ഞങ്ങളെ വിളിച്ചിട്ട് ട്രെയിനിലായിരുന്നില്ല. ആദ്യകാലങ്ങളിൽ കുറച്ച് ട്രെയിൻ യാത്ര നടത്തിയിട്ടുണ്ട്. പിന്നീട് ഫ്ലൈറ്റൊക്കെ 28,000 നിന്നൊക്കെ ഒരുപാട് താന്നല്ലോ, 6,000 7,000 റേഞ്ചിലേക്കൊക്കെ വന്ന സമയത്ത് 2 വീക്സ് ഒക്കെ മുമ്പ് ബുക്ക് ചെയ്താൽ അത് കിട്ടിയിരുന്നു. അപ്പോൾ ഒരുമിച്ചൊരു ബറ്റാലിയനായിട്ടാണ് ഞങ്ങൾ മഹിളാ ലീഡേഴ്സിൻ്റെ ഒപ്പം പോകുന്നത്, ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെ ഒപ്പം. പക്ഷെ അവരൊക്കെ ഞങ്ങൾക്ക് നൽകിയ ഒരു സ്നേഹവും പിന്തുണയും ഇപ്പം ഇന്നും അവരൊക്കെ ഇടതുപക്ഷത്തെ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ആത്മബന്ധം അത് ഒരിക്കലും ഹൃദയത്തിൽ നിന്ന് പോവില്ല. ഇപ്പൊ ഈ പറഞ്ഞ പേരുകൾ പറഞ്ഞതുപോലെ ശോഭന ജോർജ് ആണെങ്കിലും പത്മജ വേണുഗോപാൽ ആണെങ്കിലും ഷാഹിദ കമാൽ ആണെങ്കിലും ഇതൊന്നും കോൺഗ്രസ് പാളയത്തിലുള്ള വനിതാ നേതാക്കളല്ല. ഇവൻ ലതിക സുഭാഷ്, ഞാൻ ഒരു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വരികയാണ്. അപ്പൊ അദ്ദേഹം ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിട്ട് അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് വരുവാണ്. ഞങ്ങളുടെ ഒരു ജില്ലയിലുള്ളൊരു സമ്മേളനമായിരുന്നു. അപ്പോൾ ഉടനെ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞു, മഹിളാ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി വന്നിട്ടുണ്ട്, ഞാൻ സിമിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചോട്ടെ, കാരണം ഇവിടെ എല്ലാ പ്രവർത്തകരും വെയിലും കൊണ്ട് നിൽക്കുവാണ്, 12:30 മണിയായി. അപ്പൊ അദ്ദേഹം പിന്നെ എത്താൻ 2 മണിക്കൂറും കൂടി വൈകും. അപ്പൊ അത്തരം നമുക്കൊക്കെ അവസരം തരുന്നതിന് നമ്മളൊക്കെ അവരൊരു സ്ത്രീയാണ്, അവർക്ക് വേണമെങ്കിൽ വിചാരിക്കുക എന്തിനാണ് ഈ സ്ത്രീക്ക് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഇവര് ഓൾ ഇന്ത്യ സെക്രട്ടറി, എന്നോട് ഒരു അസൂയ കലർന്നൊരു വികാരം അവർക്ക് കാണിക്കാം. പക്ഷെ എന്റെ മുന്നിൽ വെച്ചാണ് ഉമ്മൻചാണ്ടി സാറിന്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് എന്നെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്. അപ്പൊ അത്രയും ഞങ്ങളൊക്കെ ഇവരുമായിട്ടൊക്കെയുള്ള സ്നേഹബന്ധം. എനിക്കോ ലതിക സുഭാഷിനോ ഒക്കെ ജയിക്കാവുന്ന ഒരു സീറ്റ് തന്നിട്ടില്ല. ഞങ്ങൾക്ക് തന്നത് മാരാരിക്കുളത്ത് 9 അവിടുത്തെ പഞ്ചായത്തും CPMന്റെ കോട്ടയാണ്. അവിടെ അന്ന് ഞാൻ മത്സരിക്കുമ്പോൾ
2 or 3 പഞ്ചായത്ത് അംഗങ്ങൾ മാത്രമാണുള്ളത് ഈ 9 പഞ്ചായത്തിൽ കൂടി. എനിക്കവിടെ ആ സമയത്ത് ഇവിടെ പ്രൊഫസർ കെ വി തോമസ് സാറ് ഒരു ആവശ്യമില്ലാതെ അദ്ദേഹം പാർലമെന്റിൽ മത്സരിക്കുന്ന അന്ന് വീരപ്പ മൊയ്ലി കർണാടക മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹമാണ് കേരളത്തിന്റെ ഇൻചാർജ് AICC ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് എറണാകുളത്ത് മത്സരിക്കണം, എന്നെ ഇവിടെ മത്സരിപ്പിക്കാൻ പറ്റില്ല, എറണാകുളത്ത് മത്സരിപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് മത്സരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വീരപ്പ മൊയ്ലി സാറ് കുറച്ചും കൂടി ഒരു ജെന്യുവൻ ആയിട്ടുള്ള മെറിറ്റിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു യൂത്ത് കോൺഗ്രസിനെ അക്കോമഡേറ്റ് ചെയ്യണമല്ലോ, അപ്പം താങ്കൾക്ക് പാർലമെന്റിലേക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു. കാരണം എറണാകുളം ഉറച്ച സീറ്റാണ്, ജയിക്കാവുന്ന ഒരു സീറ്റാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല എനിക്ക് പാർലമെന്റിൽ പോകണ്ടെന്ന്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ ഡൊമിനിക് പ്രസന്റേഷൻ മന്ത്രിയായിരുന്നു, അദ്ദേഹം തോറ്റു. മാരാരിക്കുളത്ത് ഞാൻ ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഭൂരിപക്ഷം പഞ്ചായത്ത് ഇലക്ഷന് 35,000 ആയിരുന്നു. അത് ഞാൻ 17,000 ആക്കി കുറച്ച് നല്ലൊരു ഫൈറ്റ് ഞാൻ കാഴ്ചവെച്ചു. എന്നിട്ട് പോലും ഈ 3.5 വർഷം കഴിഞ്ഞപ്പോൾ അത് രാജിവെച്ച് അദ്ദേഹം പാർലമെന്റിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ ആള് പാർലമെന്റിൽ പോയിട്ട് മന്ത്രിയായിരിക്കെ തോറ്റുപോയ ഡൊമിനിക് പ്രസന്റേഷന് എറണാകുളം സീറ്റ് കൊടുത്തു. അപ്പോൾ എത്രയോ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് PSC മെമ്പറായിരുന്ന മറ്റേ ആന്റണി ഐസക് സാറിനെ രാജിവെപ്പിച്ചു എൻ്റെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ. ഞങ്ങളൊക്കെ ചെറുപ്പമായിരുന്നു, യൂത്ത് കോൺഗ്രസ് ആയിരുന്നു, പട പൊരുതുന്ന ആളുകളായിരുന്നു. ഇന്നത്തെ പോലെ ഡിജിറ്റൽ മീഡിയയിലൂടെയുള്ള പ്രവർത്തനമായിരുന്നില്ല. മഹിളാ കോൺഗ്രസ് ഒക്കെ ഷാനിമോളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അന്ന് ഡിജിറ്റൽ മീഡിയ ഉണ്ടായിരുന്നില്ല. ഇത് എക്സ്പോസ് ചെയ്യാനുള്ള അവസരങ്ങൾ കുറവാണ്. മനോരമയിൽ വന്നാലായി, മാതൃഭൂമിയിലായി. ഞാനൊക്കെ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ആയിക്കൂടി ഉണ്ടായിരുന്നത് ദൂരദർശൻ മാത്രമായിരുന്നു. പിന്നീട് ഏഷ്യാനെറ്റ് വന്നു. ഇന്നിപ്പം ചാനലുകളുടെ ഒരു ഇതാ. ആന്റണി ഐസക് സാറിനെ മത്സരിപ്പിച്ചു. എന്തുകൊണ്ട് മത്സരിപ്പിച്ചു? അദ്ദേഹം PSC അംഗമായിരുന്നു. അത് രാജിവെച്ച് അത് LDFന് കൊടുത്തിട്ടാണ് മത്സരിപ്പിച്ചത്. അന്നൊരു യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അവസരം കൊടുക്കാമായിരുന്നു, കൊടുത്തില്ല. പിന്നീട് ആന്റണി ഐസക്കിന് ശേഷം അവർ എഡ്വേർഡ് എഡേഴത്തിനെ കൊണ്ടുവന്നു. അപ്പോൾ ഒരുപാട് അനീതികൾ നടന്നിട്ടുണ്ട്, എൻ്റെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. MO ജോണിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ I ഗ്രൂപ്പിന് സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞ് സെബാസ്റ്റ്യൻ പോളിന് വേണ്ടി വോട്ട് പിടിച്ചതാണ് അന്ന് സംഭവിച്ച വലിയൊരു ദാരുണമായൊരു ദുരന്തം. പിന്നെ അവർക്ക് പാർട്ടി വിട്ട് പോകേണ്ടി വന്നു. പിന്നീട് അതുപോലെ തന്നെ ഹൈബീഡന്റെ പിതാവ് നമ്മുടെ പ്രിയങ്കരനായ ജോർജ് ഈഡൻ MLA, അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് വിട്ടു. അപ്പോഴൊക്കെ നഷ്ടപ്പെടുന്ന അവസരങ്ങൾ ആരാ? ഇത് ലാറ്റിൻ കാത്തലിക്കിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ഒരു സീറ്റാണ് എറണാകുളം നിയോജക മണ്ഡലവും അതുപോലെ കൊച്ചിയും എറണാകുളം പാർലമെന്റും. വേറെ ആരും വരാൻ സമ്മതിക്കില്ല. ഇപ്പൊ തിരിച്ച് ഹൈബീഡനോട് കാണിക്കുന്ന എന്താ? ഹൈബീഡൻ 2 വർഷം കൊണ്ടാണ് രാഷ്ട്രീയ രംഗത്ത് വന്നതിന് ശേഷം അദ്ദേഹം ജില്ലാ പ്രസിഡന്റായി, 1 വർഷത്തിനുള്ളിൽ സ്റ്റേറ്റ് പ്രസിഡന്റായി, പിന്നെ NSUയുടെ ആയി, അത് കഴിഞ്ഞ് പിന്നെ MLA ആയി. ഇപ്പോ അദ്ദേഹത്തിനെ പാർലമെന്റിലേക്ക് വിട്ടു. ഒരു ജില്ലയിൽ ഒതുങ്ങുന്ന ഒരു നേതാവായിരുന്ന വിനോദ്, എന്നോട് അന്ന് പല പത്രക്കാരും ചോദിച്ചു വിനോദ് ആരാന്ന്. കാരണം വിനോദ് സംസ്ഥാന നേതാവൊന്നും ആയിരുന്നില്ല. ഞങ്ങളൊക്കെ സഹിച്ച ത്യാഗങ്ങളോ ഒന്നും സഹിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാനും അദ്ദേഹത്തിന്റെ പേര് എഴുതി കൊടുക്കാനും ചിലർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ പുതിയ നേതാക്കന്മാർ വരുന്നു, അവര് ജനങ്ങളാണല്ലോ ഇവരെ തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെ അവര് ജനപ്രതിനിധികളായിട്ട് പോവുകയും ചെയ്യുന്നത്, അതിനകത്ത് ഒരാളെ സൈഡ് ലൈൻ ആക്കി എന്ന് പറയുന്നതിൽ അതെങ്ങനെയാണ് അതിൽ അർത്ഥമാകുക? ഞാൻ പറയട്ടെ, എന്റെ അയോഗ്യത എന്തായിരുന്നു? ഇവരെ പോലെ തന്നെ ഈ എഡ്വേർഡ് എഴുത്തിന് ഇവിടെ മത്സരിക്കാം, ആന്റണി ഐസക്സിന് മത്സരിക്കാം, MO ജോണിന് മത്സരിക്കാം, MLA ആൾക്ക് MP ആയിട്ട് മത്സരിക്കാം. MLAയും MP ആയിരിക്കുമ്പോൾ ചിന്തൻ ശിബിരത്തിൽ ഒരാൾക്ക് ഒരു പോസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്, വീണ്ടും രാഷ്ട്രീയകാര്യ സമിതിയിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ എന്താണ് എൻ്റെ അയോഗ്യത? ഞാൻ പ്രവർത്തിച്ചിട്ടില്ലേ? ഈ സിമി റോസ് ബെൽ ജോണിനെ മാത്രം മാറ്റി നിർത്തിയെന്നാണോ, അതോ കോൺഗ്രസിലെ എല്ലാ വനിതകൾക്കും അല്ലെങ്കിൽ ഒട്ടുമിക്ക വനിതകൾക്കും ആ വിവേചനം നേരിടേണ്ടി വന്നു, അങ്ങനെയാണോ പറയുന്നത്? അതുകൊണ്ടായിരിക്കുമല്ലോ റോസക്കുട്ടി ടീച്ചർ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്നു. റോസക്കുട്ടി ടീച്ചറുടെയൊക്കെ പരിഹസിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ഈ പ്രായമായവർക്കൊക്കെ വീട്ടിലിരിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചിട്ട്, പ്രായമായവർക്ക്. അപ്പം ഞാൻ പറയുന്നത് പുരുഷന്മാർക്ക് എത്ര പ്രായമായാലും പ്രവർത്തിക്കാം, സ്ത്രീകൾക്ക് അത് നിഷേധിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പുരുഷന് ഇപ്പൊ ജബീമേത്ര കാര്യത്തിൽ തന്നെ 50 വയസ്സിന് താഴെയുള്ള വനിത മതി എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണത്? പ്രായമുള്ള ജമീല ഇബ്രാഹിം തൊട്ട് ഷാനിമോൾ തൊട്ട് ഈ സമുദായത്തിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്.
പത്മജിയുടെ പിതാവ് ശ്രീ കെ കരുണാകരന്റെ രാജ്യസഭാ സീറ്റായിരുന്നു. ഈ 50 വയസ്സ് എന്നുള്ളൊരു ഒരു കാറ്റഗറി അങ്ങനെ ഒരാൾക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ്, അങ്ങനെയാണോ എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാനും അത് ടി വിയിലും ന്യൂസ് പേപ്പറിലെല്ലാം ഞാനും കണ്ടതാണത്. രാജ്യസഭയിൽ പോകാൻ അർഹതയില്ലാത്ത ആളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവരുടെ അത്രം സ്വാധീനവും അവരുടെ അത്രം നേതാക്കളോടുള്ള ഒരു എന്താ പറയാ കണക്ഷനും ഒക്കെ മറ്റുള്ളവർക്ക് ഇല്ലാതെ പോയതുകൊണ്ടായിരിക്കാം. അതൊരു ഒരു ഒരു വല്ലാത്തൊരു ഒരു അലിഗേഷൻ അതിൻ്റെ അകത്തുണ്ട്. അതായത് സ്വാധീനമുള്ള അല്ലെങ്കിൽ കൂടുതൽ ഇത്തരം കോണ്ടാക്റ്റുകളുള്ള ആൾക്കാർക്ക് മാത്രമാണ് കോൺഗ്രസിൽ മുൻനിരയിൽ വരാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് മാത്രം കിട്ടിയ ആളാണ്. ആ സമയത്ത് ഒരു വോട്ട് കിട്ടിയതാണ്. അല്ല അത്ര ജനപിന്തുള്ള ഒരു നേതാവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരേ ഒരു വോട്ട് കിട്ടിയ ഒരാളാണ്. അല്ലാന്ന് ജബി മേത്ര നിഷേധിക്കട്ടെ. ആ ജബി മേത്രനെ അവര് അഖിലേന്ത്യാ സെക്രട്ടറി ആക്കിയല്ലോ. ഈ അവർ എന്ന് പറയുന്നത് ആ സ്വാധീനം ഈ നേരത്തെ ഈ ഹേമ കമ്മിറ്റിയിലൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇത് തീരുമാനിക്കുന്നു ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ, അങ്ങനെയാണോ? അല്ല, എന്നോട് KPCC പ്രസിഡന്റ് കെ സുധാകരന് വളരെ ആത്മാർത്ഥതയുണ്ട് ഉള്ളൊരു ഇതാണ്. അദ്ദേഹം പറഞ്ഞത്, എന്നെ അവിടെ എറണാകുളം MP സമ്മതിക്കുന്നില്ല, പിന്നെ വരാൻ സമ്മതിക്കുന്നില്ല, പ്രതിപക്ഷ നേതാവ് സമ്മതിക്കുന്നില്ല എന്നാണ്. എനിക്ക് പാർട്ടി പ്രവർത്തനം ഇവരുടെയൊക്കെ പെർമിഷൻ വേണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പാർട്ടി മാറിയിരിക്കുകയാണ്. അതായത് കോൺഗ്രസിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ മെറിറ്റ് 25 വർഷം KV തോമസ് സാറ് ഒരുപാട് പോസ്റ്റുകൾ വഹിച്ച ഒരാളാണ്. ഒരുപാട് പേരെ സൈഡ് ലൈനും ചെയ്തിട്ടുണ്ട്. DCC പ്രസിഡന്റ് ആയിരുന്നു, KPCCയുടെ ട്രഷറർ ആയിരുന്നു അദ്ദേഹം, നിരവധി തവണ MP ആയിരുന്നു അദ്ദേഹം, ഇല്ലേ? ഈ സ്ത്രീകളെ ജയിക്കുന്ന സീറ്റുകൾ കൊടുക്കുന്നില്ല എന്നതൊക്കെ പത്മജ വേണുഗോപാൽ അടക്കം അഭിമുഖത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊന്നും ഇപ്പൊ പാർട്ടിയിൽ ഇല്ലതാനും. അപ്പം ഈ തരത്തിൽ ഒരു വെട്ടി നിരത്തലുകൾ നടക്കുന്നുണ്ട് സ്ത്രീകൾക്ക് നേരെ. അതുകൊണ്ട് കൂടിയാണോ അവസരങ്ങളുണ്ടല്ലോ? കഴിഞ്ഞ തവണ നിരവധി വനിതകൾക്ക് പിന്നെ സീറ്റ് കൊടുത്തു. വലിയ ത്യാഗമൊന്നും സഹിക്കാതെ തന്നെയാണ് പ്രവർത്തന പാരമ്പര്യം ഒക്കെ നോക്കിയിട്ടാണ് കൊടുത്തതല്ല. ഞങ്ങളുടെയൊക്കെ സമയത്ത് വെട്ടി നിരത്തുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ല. ഇപ്പോ KSUലും യൂത്ത് കോൺഗ്രസിലും ഒന്നും പ്രവർത്തിക്കണ്ട, മഹിളാ കോൺഗ്രസിലും പ്രവർത്തിക്കണ്ട, പെട്ടെന്ന് ലീഡർ ആവാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ. അപ്പോ അങ്ങനെ പെട്ടെന്ന് നേതൃനിരയിലേക്ക് വരാൻ കഴിയുന്ന ക്രൈറ്റീരിയ എന്താണ്? അവരുടെ സ്വാധീനം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കോ? ഇവിടെ ദീപ്തി മേരി വർഗീസ് പാർട്ടിയിൽ റിബലായി മത്സരിച്ച് കൊച്ചിൻ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഒരു സീറ്റിനാണ് അന്ന് മേയർ സ്ഥാനം ശ്രീ N വേണുഗോപാലിന് നഷ്ടമായത്. അപ്പോ അവരെ പാർട്ടിയിൽ 6 വർഷത്തേക്ക് പുറത്താക്കി. അവർ തിരിച്ചു വന്നത് വലിയ പദവിയിലാണ്. അവർ 6 മാസത്തിനുള്ളിൽ തന്നെ, 6ആണോ 3ആണോ എന്നറിയില്ല, അവർക്ക് 23 വോട്ട് കിട്ടിയതാണ്. അവര് പെട്ടെന്ന് നേതാവായി. പിന്നെ അവരിപ്പോ മീഡിയ സെല്ലിന്റെ ചെയർപേഴ്സൺ ആണ്. അവര് എത്രയോ കേസുകളിൽ പ്രതിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരെ സ്പോൺസർ ചെയ്യാനായിട്ട് ഇവിടുത്തെ MP ഉണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം. എനിക്ക് സ്പോൺസർ ഇല്ലാതെ പോയത് എന്റെ അയോഗ്യതയാണോ? ആണോ? ഇനി ഞാൻ വിശ്വസിക്കുന്നില്ല അത്. അല്ല, ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ നേതൃനിരയിലേക്ക് ഉയർന്നു വരുന്ന പല സ്ത്രീകളും ആ ഒരു മെറിറ്റ് ഇല്ലാതെയാണ്, അല്ലെങ്കിൽ ഈ സ്വാധീനം കൊണ്ട് മാത്രമാണ് വരുന്നത് എന്ന് കൂടിയാണോ പറയുന്നത്? മെറിറ്റ് ഉള്ളവരുമുണ്ട്, പക്ഷെ അവർക്ക് എത്തേണ്ടടുത്ത് എത്താൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തുകൊണ്ടാണ്? എന്നോട് ചോദിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എങ്കിലും ഒരു മുതിർന്ന നേതാവാണ്, ഈ സംഘടനയിലെ ഒരു മുതിർന്ന നേതാവാണ്, എന്തുകൊണ്ട് അവർക്ക് എത്താൻ കഴിയുന്നില്ല എന്നതിനെ സംബന്ധിച്ച് ഒരു ചിത്രവും ഒരു ധാരണ ഇല്ലാതിരിക്കില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? നേതാക്കളുടെ ഗുഡ് ബുക്കിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ദീപ്തി മേരി വർഗീസ് ഉമ്മ തോമസിനെതിരെ വോട്ട് ചെയ്തതിന്റെ തെളിവ് സഹിതം ദല്ലാൽ നന്ദകുമാർ ഹാജരാക്കി. ദല്ലാൽ നന്ദകുമാർ വെല്ലുവിളിച്ചു, മാനനഷ്ട കേസിന് കേസ് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തോ? അത്രയും ഗുരുതരമായ ഒരു തെറ്റ് ചെയ്തിട്ട് പാർട്ടി സംരക്ഷിക്കുന്നില്ലേ? ഇല്ലേ? ഉമ്മ തോമസ് എന്നോട് അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്, നമ്മളെല്ലാം ചാനലിൽ കണ്ടതാണ്. ഈ നിങ്ങളെ മാറ്റി സൈഡ് ലൈൻ ചെയ്ത് നിർത്തി എന്ന് പറയുമ്പോഴും PSC മെമ്പർ ആക്കി, അത് പാർട്ടിയാണ്. അതൊരു ഞാൻ ചോദിക്കട്ടെ, 35 വർഷത്തെ എന്റെ പ്രവർത്തനത്തിന് നൽകിയ ഒരു അംഗീകാരം തന്നെയാണ്. പക്ഷെ ഇവിടെ PSC അംഗത്തിനെ രാജിവെപ്പിച്ചുകൊണ്ട് നീ എറണാകുളം പാർലമെന്റിൽ മത്സരിപ്പിച്ചിട്ടുണ്ട്. അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഈ പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾ ഇവിടെ പാർലമെന്റിൽ മത്സരിപ്പിച്ചിട്ടുണ്ട് എത്രയോ തവണ. അപർണയ്ക്ക് അറിയാലോ, ഇവിടെ എറണാകുളത്ത്
KV തോമസിന് ശേഷം അല്ലെങ്കിൽ ഡൊമിനിക് പ്രസന്റേഷനും ഹൈബീഡന്റെ പിതാവ് ജോർജ് ഈഡനും ഡൊമിനിക് പ്രസന്റേഷന് ശേഷം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാന തലത്തിൽ നന്നായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഗർഭാവസ്ഥയിൽ പോലും ഞാൻ വീട്ടിലിരുന്നിട്ടില്ല. അത്രമാത്രം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാതെ എനിക്ക് കിട്ടിയതൊക്കെ വെറുതെ ഇങ്ങനെ താലത്തില് വെള്ളിക്കരണ്ടിയിൽ വെച്ച് തന്നല്ല, ഞാൻ പൊരുതി നേടിയതാണ്. ഒരിക്കലും എനിക്ക് എൻ്റെ എന്താ പറയുക പേഴ്സണാലിറ്റി കണ്ടിട്ടോ എൻ്റെ സൗന്ദര്യം കണ്ടിട്ടോ ഒന്നും തന്നല്ല. എനിക്ക് എൻ്റെ മെറിറ്റിന് നൽകിയ ഒരു അംഗീകാരമാണ് അത്. ഉമ്മൻചാണ്ടി സാർ അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അന്ന് പ്രൊഫസർ KV തോമസ് ഒരു വലിയ ലിസ്റ്റും കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അദ്ദേഹവും രമേശ് ചെന്നിത്തലയോട് അദ്ദേഹം പോയി കാണുകയാണ് ചെയ്തത്. KPCC പ്രസിഡന്റാണ്. സിമി ആക്കുന്ന കാര്യത്തിൽ അവർ രണ്ടുപേരും ഉറച്ചു നിന്നു. അങ്ങനെയാണ് ഞാൻ ആയത്. അന്ന് ഈ പറഞ്ഞ നേതാക്കൾ എല്ലാവരും എനിക്ക് യൂത്ത് കമ്മീഷൻ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ നേതാക്കന്മാരുടെ ഗുഡ് ബുക്കിൽ വരുന്നവർക്ക് മാത്രം മുകളിലേക്ക് കയറി വരാൻ കഴിയുന്ന സാഹചര്യം വന്നത് ഇപ്പൊ തൊട്ടാണോ? ഈ പുതിയ നേതൃത്വത്തിന് ശേഷമാണോ? അല്ല, ഞാൻ മുല്ലപ്പള്ളിയുടെ കമ്മിറ്റിയിൽ എന്തായാലും ഞാൻ വരണം എന്ന് തന്നെ വിചാരിച്ച വരും. സ്വാഭാവികമായിട്ട് രമേശ് എന്നോട് പറഞ്ഞു ഞാൻ ഉണ്ടാവും എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ട് എന്റെ പേര് കൊടുത്തില്ല? എന്താണ് കാരണം എന്ന് എനിക്ക് അറിയില്ല, ഇപ്പോഴും അറിയില്ല. എന്താണ് എന്റെ അയോഗ്യത? എനിക്ക് ഈ സമൂഹത്തിൽ എന്താ പറയാ അത്യാവശ്യം എനിക്ക് നല്ലൊരു എന്താ പറയാ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം അന്നും ഇന്നും പുലർത്തുന്ന ഒരാളാണ് ഞാൻ. ഈ സിനിമയിൽ ഇപ്പം നമ്മൾ പറയുന്നു ഈ കോപ്പറേറ്റിംഗ് അഡ്ജസ്റ്റ്മെന്റുകൾക്കൊക്കെ നിന്നാലാണ് ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് നമ്മൾക്ക് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലോടുകൂടി കേൾക്കുന്നു. പക്ഷേ രാഷ്ട്രീയം പറയുന്നത് വളരെ ധാർമ്മികതയുള്ള, പൊതുജനത്തോട് ധാർമ്മിക പ്രതിബദ്ധതയുള്ള ഒരു ഫീൽഡാണ്. അവിടെയും മെറിറ്റ് അല്ല ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതൊരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ സോളാർ കേസിലെ ഹൈബീഡനൊക്കെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നാണ് അല്ലേ? അവരൊക്കെ നല്ല ഭൂരിപക്ഷത്താണ് ഇപ്പൊ ജയിച്ചിരിക്കുന്നത്. അപ്പൊ ജനം ഇതൊക്കെ തള്ളിക്കളയുന്ന ഒരു ഇതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ആർക്കെതിരെ എന്ത് പരാതി കൊടുത്താലും അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ നേരിട്ട് അങ്ങനെ അനുഭവമുള്ള ആൾക്കാർ അത് ഷെയർ ചെയ്തിട്ടുണ്ടോ? ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഏത് തരത്തിലുള്ള അനുഭവങ്ങളാണ്? മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് പറഞ്ഞവരുണ്ട് എന്നോട്. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ പോകുമ്പോൾ എവിടെ പോകുമ്പോഴും ഇപ്പൊ ഫിലിം ഫീൽഡിലാണെങ്കിൽ ഒരു ഡിസ്കഷൻ ഹോട്ടൽ മുറിയിലേക്ക് തനിച്ച് ചെല്ലുണ്ടല്ലോ, കൂടെ ആരുമായിട്ടെങ്കിലും പോകല്ലോ, അപ്പൊ ആരും കയറി പിടിക്കാൻ വരില്ലല്ലോ. അങ്ങനെയുള്ളൊരു അഡ്വൈസ് ഒക്കെയാണ് ഞാൻ സാധാരണ കൊടുക്കാറുള്ളത്. ഇപ്പൊ നമ്മൾ നല്ലതായിട്ട് നമ്മുടെ ശിരസ് നമ്മൾ ഉയർത്തി നിന്നാൽ നമ്മുടെ ശിരസ് എന്നും ഉയർന്നു നിൽക്കും. ഒരു സ്ഥാനമാനങ്ങളുടെ പിറകെ പോവാൻ വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്നവരുണ്ടോ ഫീൽഡിൽ? ഉണ്ടായിരിക്കാം. ഈ മോശമായിട്ട് പെരുമാറുന്ന ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ അവർക്ക് കൊടുത്ത അഡ്വൈസ് അതാണ്. അത് എന്തുകൊണ്ടാണ് മോശമായിട്ട് പെരുമാറുന്നത്? ഇപ്പൊ തന്നെയാണെങ്കിൽ ഇപ്പൊ വരുന്ന എല്ലാ ഇരകളും വേട്ടക്കാരുടെ അടുത്ത് അവരെ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് ഇത് കാണുന്നത്. ഡിസ്കഷനും മറ്റേ കാര്യങ്ങൾക്കൊക്കെ എന്തുകൊണ്ട് അവർക്ക് കുടുംബത്തിലുള്ള ആരെങ്കിലും ആയിട്ട് പോയിക്കൂടാ? അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവൂലേ? ഫ്രണ്ട്സ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് എപ്പോൾ പോയാലും എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കും സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ അടുത്ത് ആരും അങ്ങനെ പെരുമാറുന്നില്ല. എൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറുന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അടുത്ത് അങ്ങനെ പെരുമാറാൻ പാടില്ല എന്നൊന്നുമില്ല. ഇപ്പൊ ജോമോള് പറഞ്ഞു എൻ്റെ കഥയിൽ ആരും മുട്ടാറില്ല എന്ന്. പക്ഷെ മറ്റുള്ളവരുടെ കഥയിൽ മുട്ടുന്നുണ്ട് എന്നാണ് പലരും ഇപ്പൊ തെളിവ് സഹിതം പുറത്തു വിടുന്നത്, ഇല്ലേ? ആ അനുഭവം രാഷ്ട്രീയത്തിലുണ്ട്. അത് സിമി റോസ്ബെൽ ജോൺ എന്ന നേതാവിനോട് മറ്റ് സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അവര് ആ സമയത്ത് ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ പ്രതികരിച്ചില്ല? പോസ്റ്റിംഗ് പ്രതീക്ഷിച്ചിട്ടായിരിക്കും. സിനിമയിലും അങ്ങനെയാണല്ലോ, അവസരങ്ങൾ കിട്ടും, പോപ്പുലർ ആവാം, പ്രശസ്തരാവാം, ഇല്ലേ? അതുപോലെ തന്നെ ആയിരിക്കാം. പക്ഷെ നമ്മൾ പ്രശസ്തിയുടെ നമുക്കിതൊക്കെ തരുന്ന നമ്മുടെ കർമ്മം, എന്റെ പിതാവിനെ പഠിപ്പിച്ചിരുന്ന നമ്മൾ ചെയ്യുന്ന കർമ്മം ആ കർമ്മം നമുക്ക് തിരിച്ച് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും അസംബ്ലിയിലോ പാർലമെന്റിലോ എന്നെ വിടാതിരുന്ന പ്രൊഫസർ KV തോമസ് ഇന്ന് പാർട്ടിയിലില്ല. എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് എന്നെ, ഇല്ലേ? ലീഡർ പറഞ്ഞിട്ട് പോലും അദ്ദേഹം സമ്മതിച്ചില്ല എനിക്ക് എറണാകുളത്ത് മത്സരിക്കാനായിട്ട്. പത്മജ ചേച്ചി പറഞ്ഞിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൽ കൊടുക്കുന്നതിൽ എനിക്കും കൂടി കൊടുക്കുക. അപ്പൊ ആ ചേച്ചിയൊക്കെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നിസ്സഹാവസ്ഥ പറഞ്ഞിട്ടുണ്ട്. തോമസ് മാഷ് DCC പ്രസിഡന്റ് ആണ്, സിമി MP ആണ്. പക്ഷെ അന്ന് ഇപ്പോഴും അതൊക്കെ തന്നെയല്ലേ നടക്കുന്നേ?
ഈ പറഞ്ഞ പോലെയുള്ള ഇത്തരം അനുഭവങ്ങൾ കൊണ്ടാണോ ഈ ശോഭന ജോർജും ലതിക സുബേഷ് അടക്കമുള്ളവർക്ക് പോലും ഈ പാർട്ടി പോകട്ടി വന്നത്? അത് അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഇല്ലേ? അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. പക്ഷെ ഞാൻ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഞാൻ പോയില്ല. ഇപ്പം എനിക്ക് അതിനുള്ള ദീപ്തി പറഞ്ഞ പോലെ എനിക്ക് വിളിച്ചു പറയാം എന്നെ ആരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെന്റെ മാന്യതയാണ്, ഞാൻ പറയില്ല. എന്റെ മാന്യതയാണത്. ഈ പേരെടുത്ത് പറയണ്ട എങ്കിലും നേരത്തെ പറഞ്ഞു ഞാൻ വളരെ സ്റ്റബേൺ ആയിട്ടാണ് നിൽക്കാറുള്ളത് എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ സ്റ്റബേൺ, ഞാൻ വളരെ പൊളൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് എല്ലാവരോടും. ക്ഷമയുടെ നെല്ലി പലക എന്ന് പറഞ്ഞ പോലെ എന്നെ ഒരുപാട് സ്ഥലത്ത് വെച്ച് പ്രതിപക്ഷ നേതാവ് പരസ്യമായി അപമാനിച്ചിട്ടുണ്ട്, പരസ്യമായിട്ട്. PT തോമസ് എന്നെ പൊളിറ്റിക്സിൽ എൻ്റെ പിതാവിൻ്റെ അദ്ദേഹത്തോട് അത്രയും പറഞ്ഞിട്ടാണ് എന്നെ കോളേജ് ഇലക്ഷന് നിർത്തിയത്. അപ്പോൾ ആ മനുഷ്യന്റെ എന്താ പറയാ, ആ മൃതശരീരത്തിനടുത്ത് വെച്ചിട്ട് എന്നെ അപമാനിച്ചു. ഈ കെ ബാബു ML എന്നോട് ചോദിക്കുകയാണ് ആര് പറഞ്ഞിട്ട് ഇവിടെ വന്നേന്ന്. പക്ഷെ ആ വ്യക്തി ഉമ്മയ്ക്കറിയാം. കാരണം ഞാൻ PT തോമസ് ബോംബെയിലെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും അതുപോലെ ചെന്നൈയിലൊക്കെ ഞാൻ വീഡിയോ കോളിൽ PTക്ക് സംസാരിക്കാൻ പറ്റില്ല. ഉമ്മയോട് ചോദിച്ചാൽ അറിയാം, ഞാൻ വീഡിയോ കോളിൽ മരണത്തിന്റെ 2 ദിവസം മുമ്പ് വരെ സംസാരിച്ചതാണ്. അത്രയും അടുപ്പുണ്ട്. അവിടെ വന്ന പലരും PTയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. PTയെ പിന്നിൽ നിന്ന് കുത്തിയ ആളുകളുണ്ട്, മുന്നിൽ നിന്ന് കുത്തിയ ആളുകളുണ്ട്. ആ ആളുകളാണ് അവിടെ വന്നിട്ട് എന്നോട് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറയുന്നത്. ഞാൻ ഒന്നുകൂടെ ചോദിക്കുന്നു, ഇപ്പൊ രാഷ്ട്രീയത്തിൽ ആ തരത്തിലുള്ള ഗ്രൂപ്പുകളും അല്ലെങ്കിൽ ഒരു പക്ഷേ വെട്ടിനിരത്തലുകളും ഒക്കെ അത് പുരുഷന്മാരും അനുഭവിക്കുന്ന ഒരു കാര്യമാണല്ലോ. പക്ഷേ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഗുഡ് ബുക്കിൽ വരാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആ ക്രൈറ്റീരിയയിലേക്ക് നിന്ന് കൊടുക്കാത്തത് കൊണ്ട് കൂടിയാണ് ഇത്തരം അപമാനങ്ങളിലൂടെയും അല്ലെങ്കിൽ തഴയപ്പെടലുകൾക്കും ഇരയാകേണ്ടി വന്നത് എന്നുകൂടിയാണ്. എനിക്കത് തോന്നി. കാരണം PTയുടെ മൃതദേഹത്തിനടുത്ത് വെച്ചിട്ട് ആ ഭൗതിക ശരീരം എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ വെക്കുമ്പോൾ അവിടെ ഉമ്മയുടെ തൊട്ടടുത്ത്, അതായത് രാഹുൽ ഗാന്ധി അവിടെ വരുമല്ലോ, അപ്പൊ പത്രങ്ങളിൽ ഫോട്ടോ വരാവുന്ന വിധത്തിൽ ദീപ്തി മേരി വർഗീസിന് അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഫോട്ടോയും വന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഒപ്പം. അപ്പൊ ഇതൊക്കെ ഒരു പ്ലാൻ ചെയ്ത് കാരണം അവരെക്കാൾ ഈ പാർട്ടിയിൽ തീർച്ചയായിട്ടും PTയോടെ ഏറ്റവും അധികം അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ് ഞാൻ, ഇല്ലേ? PT കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ ഒരു പക്ഷേ പൊളിറ്റിക്സിൽ ഞാൻ വരില്ലായിരിക്കാം, ഞാൻ കോളേജ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലായിരിക്കാം. എൻ്റെ നോട്ടീസ് പ്രിന്റ് ചെയ്ത് PT ഉമ്മയും കൂടിയാണ് തന്നിരുന്നത്. അന്ന് അച്ചിലാണ് ഞാൻ രാഹുൽജിയെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. ഈ 33% സ്ത്രീകൾക്ക് സംവരണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ട ഒരാളാണ് ഞാൻ. അതിന്റെ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. അതിന്റെ പ്രിന്റ് അത് രാഹുൽജിയെ ഞാൻ ഇന്റർവ്യൂ ചെയ്ത ഇത് അച്ചിൽ കൊണ്ടുവന്ന് PT എന്നെ കൊണ്ടുവന്ന് കാണിച്ചിട്ടാണ് പ്രിന്റ് എടുക്കുന്നത്. അത്രമാത്രമൊക്കെ ഞങ്ങളുടെയൊക്കെ ഒരു പൊളിറ്റിക്കൽ കരിയറിൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ഉമ്മയും അതെ, PTയും അതെ. ആ അവസ്ഥ ഇപ്പോ മാറി, അതല്ല ഇപ്പോ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്നുകൂടിയാണോ? എനിക്ക് ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ അല്ല എന്നുകൂടിയാണ്. ഇപ്പോ രാഷ്ട്രീയകാര്യ സമിതിയിലാണെങ്കിലും അവിടെ MLA ആയി MP ആയി ആ ആൾക്ക് തന്നെ വീണ്ടും രാഷ്ട്രീയകാര്യ സമിതി കൊടുത്തു. എനിക്ക് അർഹത ഉണ്ടായിട്ടും എനിക്കത് നിഷേധിക്കപ്പെട്ടു. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എന്താ പറയാ, എന്തൊക്കെയോ ഒരു ദുരൂഹതകൾ എനിക്ക് തോന്നാറുണ്ട്. ഇത് ഒറ്റപ്പെട്ട ഒരു ആരോപണം മാത്രമായി ചുരുങ്ങുമോ എന്നുള്ള എല്ലാവരും പുതിയ പോസ്റ്റിന് വേണ്ടി മൗനം പാലിക്കുന്നതാണ്. പുതിയ പോസ്റ്റ് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഈ ആടിനെ പ്ലാവില കാണിക്കുമ്പോൾ ആട് ഇങ്ങനെ പിന്നാലെ പോവുമല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ എന്താ പറയുക, ഞാൻ ദൈവത്തെ ഭയന്ന് ജീവിക്കുന്ന ഒരാളാണ്. ആ ദൈവത്തിന്റെ മുന്നിലല്ലാതെ നമുക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്ത കർമ്മം എനിക്ക് തിരിച്ചു കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കോൺഗ്രസ് സ്ത്രീകളുടെ വിവേചനം കാണിക്കുന്നു എന്ന് ഞാൻ തന്നെ എടുത്ത അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞ ആളാണ് പത്മജ വേണുഗോപാൽ. ലതിക സുഭാഷ് പുറത്തുപോയി, ശോഭന ജോർജ് ഇതും പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി. പക്ഷെ അവരൊന്നും എനിക്ക് തോന്നുന്നു ഈ രീതിയിൽ ഇത്രയും ഒരു തുറന്ന് ഒരു പറച്ചിലിന് നിന്നിട്ടില്ല. അത് ധൈര്യമില്ലാത്തത് കൊണ്ടാണോ, അതൊരു വലിയ വിവാദങ്ങളിലേക്ക് പോകണ്ട? ഇനി പോസ്റ്റ് കിട്ടുമല്ലോ, അതിനു വേണ്ടിയായിരിക്കാം. പോസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടും അത് പറഞ്ഞിട്ടില്ല, ഇത്രയും തുറന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ, അതൊരു ഒറ്റപ്പെട്ട ആരോപണം മാത്രമായി മാറുമോ സിമി റോസ് ബെൽ ജോൺ പറയുന്നത്? ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ, ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല. എനിക്ക് നിഷേധിക്കപ്പെട്ട അവസരങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്റെ മെറിറ്റ് എന്തുകൊണ്ട് തഴയപ്പെട്ടു എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഈ AK ആന്റണി, വയലാർ രവി മുതലായവരുടെ ആ സമയത്തും പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ഞാൻ വയലാർ രവിയുടെ മോളെ കോളേജ് തിരഞ്ഞെടുപ്പിൽ ഞാൻ
പരാജയപ്പെടുത്തിയതാണത്. ഈ രീതിയിലുള്ള വിവേചനങ്ങളും മാറ്റി നിർത്തലുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗുഡ് ബുക്കിൽ എൻട്രി നേടലും ഒന്നും ആ കാലത്ത് ഉണ്ടായിരുന്നേ ഇല്ല എന്നാണോ? അങ്ങനെയാണോ? അതൊന്നും ആ കാലത്ത് ഉണ്ടായിട്ടില്ല എന്നാണോ? അല്ല, ലീഡർ അന്ന് മെറിറ്റ് ഒരു 80% മെറിറ്റ് ഉണ്ടായിരുന്നു. വളരെ കുറച്ചേ ഉണ്ടായിരുന്നു മെറിറ്റ് അല്ലാത്ത ആളുകൾ. മനസ്സിലായോ? പത്മജിയൊക്കെ വളരെ ശ്രദ്ധയോടെ ഞാൻ ഓരോ കോളേജ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് ശ്രദ്ധിക്കുമായിരുന്നു. എനിക്ക് വേണ്ടി പത്മജി വോട്ട് ക്യാൻവാസ് ചെയ്തിട്ടുണ്ട് അവരുടെ ഫ്രണ്ട്സിന്റെ മക്കളുടെ അടുത്തൊക്കെ. എന്നിട്ട് എൻ്റെ അടുത്ത് പറയും, സിമി ഞാൻ ഇന്ന കുട്ടി സിമിയെ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർ വന്ന് എൻ്റെ ക്ലാസ്സിൽ വന്ന് ഇത് ചെയ്യും. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇതിപ്പോ ഇവിടെ ജെബി മേത്തർ രാഹുൽ ഗാന്ധിനെ വിളിച്ചൊരു മീറ്റിംഗ്, ആ മീറ്റിംഗിൽ എൻ്റെ പേരില്ല. മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു, എൻ്റെ പേരില്ല ആ ലിസ്റ്റിൽ. 135 സ്ത്രീകൾ, ഞാൻ കണ്ടിട്ടും കേൾക്കാത്തതുമായ 135 സ്ത്രീകൾ അതിൻ്റെ അകത്ത് കയറിയിരുന്നു. അപ്പൊ എന്താണ് പ്രവർത്തന പാരമ്പര്യം എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. നേരത്തെ പറഞ്ഞ പോലെ സിനിമയിലുള്ളതുപോലത്തുള്ള ഒരു പവർ ഗ്രൂപ്പ് ആണ് ഇത് തീരുമാനിക്കുന്നതെങ്കിൽ അതല്ലാത്ത മുതിർന്ന നേതാക്കന്മാർ കോൺഗ്രസിലുണ്ടല്ലോ, അവർക്ക് വോയിസ് ഇല്ലാണ്ടായി മാറിയപ്പോൾ. അല്ല, അവരൊക്കെ ഇപ്പൊ VM സുധീരൻ സാറ് വെറുതെ ഇരിക്കുവാണ്, പല ലീഡേഴ്സും വെറുതെ ഇരിക്കുവാണ്, 14 DCC പ്രസിഡന്റ്മാര് വെറുതെ ഇരിക്കുവാണ്. അവർക്ക് ആർക്കും ചുമതലകളില്ലല്ലോ. അതിൽ ലിജുവിന് മാത്രമേ ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? ഇതിൽ എന്തെങ്കിലും ഒരു പരാതിയായിട്ടോ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ഈ വിഷയത്തിനകത്ത് ഇടപെടണമെന്നോ ആ തരത്തിലൊന്നും മുന്നോട്ട് പോയിട്ടില്ല, ആലോചിച്ചിട്ടില്ല? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. കാരണം ഞാൻ പദവികൾക്ക് അപ്പുറത്ത് എൻ്റെ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാളാണ്. എനിക്കൊരു പോസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാർട്ടിയിൽ വന്ന ഒരാളല്ല. പദവി വരും പോകും, ഇല്ലേ? ഇപ്പൊ ഒത്തിരി പദവികൾ നേടിയ പലരും ഇന്ന് ഈ പാർട്ടിയിലില്ല, ഇല്ലേ? ഇപ്പൊ തോമസ് മാഷ് മന്ത്രിയായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു, എല്ലാവരും ഈ പാർട്ടിയിലില്ല. അപ്പൊ ഞാൻ ഒരുപാട് പേരുടെ ഉയർച്ചയും താഴ്ചയും കണ്ടിട്ടുള്ള ഒരാളാണ്, ഒരുപാട് പേരുടെ. സിമി റോസ് ബെൽജോൺ ഇത്രയും തുറന്നു പറയുമ്പോൾ ഇനി വരാൻ പോകുന്ന ചോദ്യം, ഇത് ആദ്യം പറയേണ്ടിയിരുന്നത് പാർട്ടി വേദിയിലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കെ സുധാകരന്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഞാൻ ലതിക സുഭാഷിനെ പോലെ ഇവിടെ വന്ന് ശിരസ് മുണ്ടനം ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ മെറിറ്റ് ഒരാൾക്ക് ഇഷ്ടമില്ല അല്ലെങ്കിൽ രണ്ടുപേർക്ക് എന്നെ ഇഷ്ടമില്ല എന്നതിന്റെ പേരിൽ തഴയപ്പെടുന്നത് നീതിയല്ല എന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റ് പത്മജേച്ചിയൊക്കെ ചെയ്ത പോലെ ഒരു പാർട്ടി വിട്ടുപോകുക അല്ലെങ്കിൽ മറ്റ് ഒരു രാഷ്ട്രീയ ചായ്വിലേക്ക് പോകുക, അങ്ങനെ ഒരു കാര്യം താങ്കളുടെ മനസ്സിലുണ്ടോ? അല്ല, എൻ്റെ അടുത്ത് പല ലീഡേഴ്സും എൻ്റെ അടുത്ത് പറഞ്ഞ് മറ്റു പാർട്ടികളിൽ നിന്നുള്ള എൻ്റെ സീനിയേഴ്സ് ആണെങ്കിലും മറ്റു എന്തിനാണ് ഇതിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്, എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് എന്നാൽ കൂടുതൽ പദവികൾ കിട്ടും, എന്താണ് ഇപ്പോൾ ഇത്രയൊക്കെ നേടിയിട്ട് പോയി വലിയ പദവികൾ ക്യാബിനറ്റ് റാങ്കിൽ ഇരിക്കുന്നവരില്ലേ, അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അധികാരത്തിൻ്റെ പിന്നാലെയോ പദവികളുടെ പിന്നാലെ ഒരിക്കലും പാഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പാർലമെന്റിലും അസംബ്ലിയിലും ഒക്കെ എനിക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതും. എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, എനിക്കിങ്ങനെ പിന്നാലെ പോകാൻ അറിയില്ല. ഞാൻ എൻ്റെ ഒരു മെറിറ്റ് എന്തെങ്കിലും എന്നെ തേടി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ പറയുന്നതിൽ ഒന്നും കൂടെ പറയുന്നത്, ഈ മെറിറ്റ് ഉള്ള അല്ലെങ്കിൽ ഈ അംഗീകാരം കിട്ടിയവരെല്ലാവരും പിന്നാലെ പോയി അത് വാങ്ങിച്ചെടുത്തു എന്നുള്ള ഒരു ആക്ഷേപം കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ആയിരിക്കാം. ഇങ്ങനെ തുറന്നു പറയുന്നതിൽ പേടിയില്ലേ? എന്തിനാണ് ഞാൻ പേടിക്കുന്നത്? ഞാൻ ഇതിൽ നിർഭയത്തോടു കൂടി നിന്നിട്ടുണ്ട്, കഠിനാധ്വാനം ചെയ്ത് നിന്നിട്ടുണ്ട്, നേരോടെ നിന്നിട്ടുണ്ട്. 100% സത്യസന്ധതയോടുകൂടി തന്നെയാണ് ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചത്. എൻ്റെ മോനോട് ഒരിക്കൽ ശ്രീ KC വേണുഗോപാൽ പറഞ്ഞു, 2 വർഷം മുമ്പ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, യു ക്യാൻ ബി പ്രൗഡ് ഓഫ് യുവർ മദർ എന്ന് പറഞ്ഞു. അതൊരു വലിയ പോസ്റ്റാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ മോന് കാരണം അദ്ദേഹം എൻ്റെ മോനെ വയറ്റിലുള്ള പോലെ കാണാൻ തുടങ്ങിയതാണ്. അദ്ദേഹത്തോടൊപ്പം ഞാൻ പദയാത്ര നടത്തിയിട്ടുള്ള. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, അതെനിക്ക് വലിയൊരു അംഗീകാരമാണ്. ഇപ്പോൾ ഒരു KPCC ഭാരവാഹിയാക്കിയില്ലെന്നോ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിലാക്കിയില്ലെങ്കിലോ അല്ലെങ്കിൽ എന്നേക്കാൾ മെറിറ്റ് കുറഞ്ഞവരെ ആക്കിയതോ അതിനേക്കാൾ വലിയൊരു എൻ്റെ മോന്റെ മുന്നിൽ എനിക്ക് എവിടെയും തല ഉയർത്തി നടക്കാലോ. എന്റെ മോനെ KC വേണുഗോപാലിനൊപ്പം സീനിയോറിറ്റി അവകാശപ്പെടാൻ പറ്റുന്ന ഒരാളാണ്. അതെ, തീർച്ചയായിട്ടും. ഞാൻ AICC ജനറൽ സെക്രട്ടറി ആയ KC വേണുഗോപാലിന്റെ ഒപ്പം ഒരേ ഒരു വനിതയായിരുന്നു ജനറൽ സെക്രട്ടറി ആയിട്ട് നീണ്ട 12 വർഷക്കാലം. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ KC വേണുഗോപാൽ അടക്കമുള്ളവർ ഈ വിഷയത്തിനകത്ത് ഇടപെടണം. തീർച്ചയായിട്ടും അദ്ദേഹം എന്നെ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അത് മറ്റാരെങ്കിലും ഇടപെട്ടോ? ഇടപെട്ടിട്ടുണ്ടാവാം.
കാരണം എന്നോട് അനിൽകുമാർ പറഞ്ഞത്, ടൂറിസം മന്ത്രിയായിരുന്ന അനിൽകുമാർ MLA പറഞ്ഞത്, സിമി വരാൻ വേണ്ടിയിട്ട് ഹൈബീഡൻ സമ്മതിക്കുന്നില്ല, VD സതീശൻ സമ്മതിക്കുന്നില്ല എന്നാണ്. എന്നോട് തുറന്നു, എൻ്റെ മൊബൈലിൽ ആ റെക്കോർഡുണ്ട്. അപ്പം ഇവരുടെയൊക്കെ സമ്മതം വാങ്ങിച്ചിട്ട് വേണം എനിക്ക് പൊളിറ്റിക്സ് നടത്താനായിട്ട്. ഹൈബീഡനൊക്കെ എത്രയോ ജൂനിയറാണ്. അവർക്കൊക്കെ ഈ കൊച്ചു പ്രായത്തിൽ ജില്ലാ പ്രസിഡന്റായി, സ്റ്റേറ്റ് പ്രസിഡന്റായി, ദേശീയ പ്രസിഡന്റായി, 2 കൊല്ലത്തിലുള്ള MLA ആയി, പിന്നെ ഒരു ടേം MLA, പിന്നെ MP ആയി, അത് രാജിവെച്ചിട്ട്. എന്നിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്കും ഉത്തരം കിട്ടുന്നില്ല. അപ്പൊ ഇനിയിപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള നീതിയും പ്രതീക്ഷിക്കുന്നില്ല എന്നുകൂടിയാണ്. നീതി ഇവർക്കും അതീതമായൊരു ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലേ? നമ്മൾ ഇതിനേക്കാൾ വലിയ ആളുകളുടെ പാലായനം കണ്ടിട്ടുണ്ട്, പതനം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ശാശ്വതമല്ല. അധികാരം എന്നും ഒരാളുടെ കൂടെ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ എത്രമാത്രം ദ്രോഹിച്ചോ അതിനേക്കാൾ അവരെ ദ്രോഹിക്കാനും ആളുകളുണ്ടാവും. എന്ത് കാരണത്താലാണോ എൻ്റെ മെറിറ്റ് തഴയപ്പെട്ടത്, അപ്പോൾ ആ കർമ്മ അവർക്ക് തിരിച്ചടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എപ്പോഴും കോൺഫിഡൻ്റ് ആണ്, എപ്പോഴും പ്ലസന്റ് ആണ്. എൻ്റെ കോവിഡ് കാലത്ത് എല്ലാ യൂത്ത് കോൺഗ്രസിൻ്റെയും കിച്ചൺ കേരള സർക്കാർ അടപ്പിച്ചു. പക്ഷെ എനിക്ക് കളക്ടർ പെർമിഷൻ തന്നു. തേവര പോലീസ് സ്റ്റേഷന്റെ എല്ലാ സപ്പോർട്ട് ഉണ്ടായി. നിരവധി കോവിഡ് രോഗികളെ ആംബുലൻസിൽ കൊണ്ടുപോയി രക്ഷിച്ചെടുക്കാൻ പറ്റി. നിരവധി പേർക്ക് മരുന്ന് വിതരണം കൊടുത്തു. ഞങ്ങളുടെ ഈ ചക്കാലക്കൽ റോഡിലുള്ള ഞങ്ങളുടെ ഒരു വലിയ കോമ്പൗണ്ടാണിത്. ആ റോഡ് മുതൽ ഈ റോഡ് വരെയുള്ള 650 പേർക്ക് അവസാനം എൻ്റെ നെയ്ബേഴ്സ് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ കോവിഡിന്റെ വ്യാപനം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളെ റോട്ടിലാക്കി. അവർക്ക് 3 നേരം ഞങ്ങൾ ഭക്ഷണം കൊടുത്തിരുന്നു 2.5 മാസക്കാലം. ഞാനും അത് ഈ പാർട്ടിയിലുള്ളവർ തന്നെ അത് തടയാൻ വേണ്ടിയിട്ട് പരാതി കൊടുത്തായിരുന്നു. എനിക്കറിയാം ഞാൻ അത് ചെയ്യുന്നത് ഈ പട്ടിണി പാവങ്ങൾക്ക് ജോലിയും ഇല്ല, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് കോവിഡ് വ്യാപനം ഉണ്ടാക്കുന്ന പറഞ്ഞ് കളക്ടർക്ക് പരാതി കൊടുത്തു. പക്ഷെ തേവര പോലീസ് സ്റ്റേഷനിൽ അന്നുണ്ടായിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ എനിക്ക് ഈ ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് റിപ്പോർട്ട് കൊടുത്തത്. അതുകൊണ്ട് അവരുടെയൊക്കെ പ്രാർത്ഥന എനിക്കുണ്ട്. ഞാൻ കോവിഡ് മരിച്ചുകൊണ്ട് ഒരാളാണ്. പാർട്ടിക്കകത്ത് നിന്ന് നോക്കി ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ പറഞ്ഞ അതിന്റെ ഒരു ആകത്തുക ഈ 5 ബൈ ഇലക്ഷനൊക്കെ ഇവിടെ നിന്നു. അപ്പം സിമി റോസ് ബെൽജോണിന് ശത്രുക്കളായിട്ട് ഇത്രയും ശത്രുക്കൾ ഈ പാർട്ടിക്ക് ശത്രുക്കളൊന്നുമില്ല. എനിക്ക് ഒരുപാട് പേര് സപ്പോർട്ട് ഉണ്ട്. പക്ഷെ അവരൊക്കെ പേടിയാണ്, അവർക്ക് പറയാൻ വേണ്ടി പേടിയാണ്. മനസ്സിലായോ? ഞാൻ പ്രവർത്തിച്ചിട്ടില്ലേ? ഏറ്റവും നന്നായി പ്രവർത്തിച്ച ഒരാളാണ്. ഈ VD സതീശന് NSCI സെക്രട്ടറിയുടെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന് DCC ഓഫീസിൽ കയറ്റിയില്ല. അന്ന് DCC ഓഫീസിലൊരു സ്വീകരണം കൊടുത്തില്ല. അദ്ദേഹത്തിന് കൂട്ടുകാർ YMCയിൽ ഒരു സ്വീകരണം കൊടുത്തപ്പോൾ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ റെപ്രസെന്റ് ചെയ്ത് എറണാകുളം DCCയിൽ നിന്ന് പോയ ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. അന്ന് എന്നെ എല്ലാവരും ചോദ്യം ചെയ്ത് എന്തിനാണ് പോയെന്ന്. അദ്ദേഹം അതൊക്കെ മറന്നു. ഇല്ലേ? ആർക്ക് വേണ്ടിയാണ് അദ്ദേഹം അതൊക്കെ മറന്നതെന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട ഒരു ആവശ്യമാണ്. ഒരാൾ പോയി എന്ന് പറയട്ടെ, അതിൻ്റെ ഫോട്ടോസ് ഉണ്ടാവും. അന്ന് എന്നോട് നന്ദി പറഞ്ഞ ഒരാളാണ് അദ്ദേഹം ഞാൻ വന്നതിന്. ഒരു മനുഷ്യൻ ആ DCCയുടെ അകത്ത് കയറ്റിയില്ല സ്വീകരണം കൊടുക്കാൻ NSCI സെക്രട്ടറി ആയപ്പോൾ. ഈ സിനിമ ഒരുപക്ഷെ സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത് അങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് നേരിട്ട് നിൽക്കുന്ന ഒരു ആൾക്കാർ, അതിനകത്തുള്ള ആൾക്കാർ. അപ്പോൾ അവർക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ പൊതുജനങ്ങളോട് പറയാനൊക്കെ ആ ഒരു മടി കാണും. പക്ഷെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് പറയാൻ പേടിയാണ് എന്നുള്ളൊരു വാക്ക് പറഞ്ഞല്ലോ, അതൊരു ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. രാഷ്ട്രീയക്കാർക്ക് ഈ വിഷയങ്ങൾ തുറന്നു പറയാൻ ഞാൻ കണ്ടിടത്തോളം അധികാരത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പവറിന് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറുള്ള ആളുകളുണ്ട്. കാരണം വെച്ചാൽ ഒരു സുപ്രഭാതത്തിൽ വലിയ പദവിയിലെത്തുക എന്ന് പറയുന്നത് നിസ്സാരമല്ലല്ലോ. ഇപ്പൊ 10 പ്രവർത്തിച്ചിട്ട് ഒന്നും ആവാതെ പോയ ആളുകളുണ്ടല്ലോ. അതായത് ഈ പരാതികളുമായിട്ട് എത്തുന്നവരെ ഒരുപക്ഷെ തടയാനും അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്താനും പോലും ഇവർ മടിച്ചേക്കില്ല എന്നുകൂടിയാണോ? അങ്ങനെ ഭീഷണിപ്പെടുത്തലൊന്നും രാഷ്ട്രീയത്തിലില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും അങ്ങനെ ഭീഷണിപ്പെടുത്താനൊന്നും ധൈര്യം കാണിക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് പരാതികൾ വരണമല്ലോ അങ്ങനെയാണെങ്കിൽ. പക്ഷെ അങ്ങനെ പരാതികൾ വരുന്നില്ല. അത് പരാതി പറയാൻ ധൈര്യം ഉണ്ടാവാത്തത് കൊണ്ട് കാണിച്ചാൽ അവർക്ക് അടുത്ത പോസ്റ്റ് വേണമല്ലോ. ഇനിയിപ്പോൾ അസംബ്ലിയിൽ കഴിഞ്ഞ തവണ 54 ചെറുപ്പക്കാർക്ക് സീറ്റ് കൊടുത്തല്ലോ, 52 പേരും തോറ്റുപോയി. അന്ന് ഈ ജില്ലയിൽ ഒരു വനിതയ്ക്ക് പോലും സീറ്റ് കൊടുത്തില്ല. ഇവര് കൊടുത്ത സീറ്റ്, കൊച്ചിയിൽ കൊടുത്ത സീറ്റിൽ 17,000 വോട്ട്, ഡൊമിനിക് പ്രസന്റേഷൻ 1000 വോട്ടിനാണ് തോറ്റെങ്കിൽ ഇവർ കൊടുത്ത ചെറുപ്പക്കാരൻ 17,000 വോട്ടിനാണ് തോറ്റത്.
പ്രധാനപ്പെട്ട പല ജനപ്രതിനിധികളടക്കമുള്ളവർക്ക് എതിരെയാണ് സംസാരിച്ചത്. ഇത് അണികൾ, കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസ് അണികൾ അവരിത് ഏത് തരത്തിലായിരിക്കും എടുക്കുക എന്നുള്ള ഒരു സംശയമുണ്ടോ? അല്ലെങ്കിൽ കാരണം പലരും മെറിറ്റിന്റെ ഇപ്പൊ എന്റെ ബാച്ചിലുണ്ടായിരുന്ന പലരും പാർട്ടി വിട്ടുപോയി. പലരും ഒന്നുമല്ല, എന്നൊപ്പം പ്രവർത്തിച്ചവര് നിരാശരാണ്. അവരൊക്കെ ഈ പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ട് ഈ പാർട്ടിയിൽ നിൽക്കുന്നേ ഉള്ളൂ. എന്റെ കൂടെ KS സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു ലാജു CPM ചേർന്നു. പല ആളുകളും ചേർന്നിട്ടുണ്ട്. അത് മഹാരാജാസ് കോളേജിലെ ചെയർമാനായിരുന്നു സാബു ചേട്ടൻ. കൊച്ചിൻ കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം. പാർട്ടി വിട്ടുപോയി. പല ആളുകളും താഴെത്തട്ടില്ല. അതൊന്നും ചിലപ്പോൾ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ടാവില്ല. ഞാൻ ചോദിച്ചത് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ തുറന്നു പറച്ചിൽ അവരെ പെട്ടെന്ന് വല്ലാതെ നിരാശപ്പെടുത്തുകയോ ഒരുപക്ഷെ അവർ പലരും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. സിമി സോണിയാജി പോയി കാണ്, സിമി ഇത്രയും മെറിറ്റ് ഉണ്ടായിട്ടും. കാരണം ഇവരൊക്കെ ഇങ്ങനെ രണ്ട് ലീഡേഴ്സ് സ്പോൺസർ ചെയ്തുകൊണ്ട് വേറെ വനിതാ നേതാക്കളെ അംഗീകരിക്കണം എന്നൊന്നുമില്ലല്ലോ. ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവർക്കും അമർഷമുണ്ട്. മനസ്സിലായോ? അവർ പലരും എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്, എന്നോട് പറയാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഞാനൊരു ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളാണ്. എപ്പോഴും എനിക്ക് വരാനുള്ളത് വന്നു ചേരും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് തടയാൻ ആർക്കും പറ്റില്ല. ഒരു അധികാര കേന്ദ്രത്തിനും അത് തടയാൻ പറ്റില്ല. ഇപ്പൊ സുധാകരൻ അറിയാം, ആ KPCCയിൽ ഏറ്റവും കൂടുതൽ മെറിറ്റ് ഉള്ള ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ വരാനായിട്ടുള്ള വനിതകളിൽ ഏറ്റവും കൂടുതൽ മെറിറ്റ് ഉള്ള ഒരാളാണ് ഞാൻ. നിലവിൽ MP അല്ല, MLA അല്ല. തീർച്ചയായിട്ടും അദ്ദേഹം എന്നോട് പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അറിയാം, ഞാൻ AICC മെമ്പർ ആവുന്നതിന് മുമ്പേ AICC മെമ്പർ ആയതാണ്. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. ഇപ്പൊ പറഞ്ഞ പോലെയുള്ള വലിയ വിഷയങ്ങൾ നടക്കുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ ഗുഡ് ബുക്ക് എൻട്രി മാത്രം മെറിറ്റ് അല്ലെങ്കിൽ ആ ക്രൈറ്റീരിയ കണക്കാക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ രാജീവ് ഗാന്ധിയുടെ കാലം തൊട്ടേ നെഹ്റു കുടുംബമായിട്ട് ബന്ധമുള്ള ഞാൻ പറഞ്ഞു വനിതകൾക്ക് അവസരം കൊടുക്കണമെന്ന് റിട്ടേൺ ആയിട്ട് അല്ല, ഈ വിഷയം കേന്ദ്ര നേതൃത്വവുമായി സോണിയാഗാന്ധിയുമായി രാഹുൽ ഗാന്ധിയുമായിട്ട് അല്ല, ഇപ്പൊ കേന്ദ്ര നേതൃത്വം എന്ന് പറയുന്നത് ശ്രീ KC വേണുഗോപാലാണല്ലോ. ഇപ്പം AICC ജനറൽ സെക്രട്ടറി ആണെങ്കിലും എല്ലാവരും KC വേണുഗോപാലിനെ കാണണം എന്നാണ് പറയുന്നത്. എല്ലാവരും. ഞാൻ KC വേണുഗോപാലിനെ കണ്ട് സംസാരിച്ചതാണ്. അദ്ദേഹം എന്നോട് അക്കോമഡേറ്റ് ചെയ്യുന്ന എന്നോട് ഉറപ്പ് പറഞ്ഞതാണ്. അത് ആരോ പക്ഷെ ഇവിടെ നിന്ന് തടഞ്ഞു. അത് നടന്നു ഉറപ്പായിട്ടും എന്നാണ് അനിൽകുമാർ എന്നോട് പറഞ്ഞത്. അതായത് ഇനി ഉറ്റുനോക്കാൻ കേന്ദ്ര നേതൃത്വത്തിലും പ്രതീക്ഷയില്ല. ഇല്ല, മെറിറ്റ് തഴയപ്പെട്ടു. സിമ്മി റോസ്ബൽ ജോൺ ഇന്നും പൂർവാധികം ഊർജ്ജസ്വലയായിട്ട് തന്നെ കർമ്മ മേഖലയിലുണ്ട്, പ്രവർത്തന മേഖലയിലുണ്ട്. DCCയിലെ ഒരു മീറ്റിംഗ് നടത്തുന്നത് മാത്രമല്ലല്ലോ പ്രവർത്തനം. ഞങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾ ഒരിക്കലും പബ്ലിസിറ്റി കൊടുക്കാനോ ഫേസ്ബുക്കിൽ ഇടാനല്ല. ഞങ്ങൾക്ക് ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട്, ഒരു നല്ല ടീമുണ്ട്. ഞങ്ങൾ ഇത്തവണ ദീപാവലി സെലിബ്രേറ്റ് ചെയ്തത് ആലുവയിലെ ആ പീഡനത്തിനിരയായ ആ കുട്ടിയുടെ വീട്ടിലാണ്. ഞങ്ങളൊരു ടീം, അവരുടെ ഒപ്പമായിരുന്നു ഞങ്ങളുടെ ദീപാവലി. ആ കുട്ടിയുടെ വീട്ടിൽ ഒന്നുമില്ല. അത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന അവസരം ഞങ്ങൾ അവിടെ പോയി ദീപം തെളിച്ചു, മധുരപലഹാരം കൊടുത്തു, ആ കുട്ടിക്ക് പുതുവസ്ത്രം കൊടുത്തു. അങ്ങനെ ഞങ്ങൾ എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നു. അതൊന്നും ഒരു പരസ്യത്തിന് വേണ്ടി ചെയ്യാറില്ല, മാർക്കറ്റ് ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഞങ്ങളുടെ കർമ്മം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇതുപോലെ ഒരുപാട് പേരെ പ്രാർത്ഥനയുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. കേരളത്തിൽ ഞാൻ ഈ പാർട്ടിയിൽ തന്നെ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് മറ്റു പാർട്ടിയിൽ ക്ഷണമോ അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങളോ ഞാൻ മുല്ലപ്പള്ളിയുടെ റീഷമലിങ്ങിനെ എന്നെ ഇൻക്ലൂഡ് ചെയ്യാതെ ദീപ്തിനെ ചെയ്തപ്പോൾ തന്നെ എനിക്ക് കിട്ടിയതാണ് ക്ഷണം. എനിക്ക് എന്നോട് റോസകുട്ടി ടീച്ചറെ സംസാരിച്ചിരുന്നു. എല്ലാവരും ഈ ശോഭന ചേച്ചിയോടൊക്കെ ചോദിച്ചാൽ അവരൊക്കെ എന്നോട് ഇത്രയും സ്നേഹമാണ്. അപ്പം ഞാൻ ഇല്ല ചേച്ചി, എനിക്കൊരു പോസ്റ്റിന് വേണ്ടിയല്ല ഞാൻ ഈ പാർട്ടിയെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ വേറൊരാളെ കിട്ടുക. അപ്പം അതിനുശേഷം പലരും പോയല്ലോ. പക്ഷെ ഞാൻ എൻ്റെ കർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇല്ലേ? അതായത് ഇത്രയും തുറന്നു പറച്ചിലുകൾക്ക് ശേഷവും ഈ നിലപാട് വ്യക്തമാക്കിയ ശേഷവും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി തന്നെ നിൽക്കുകയാണ്. അതെ, പുറത്താക്കണമെങ്കിൽ എന്നെ പുറത്താക്കാം. അത് ഞാൻ സുധാകരനോട് കഴിഞ്ഞ മാസം ഞാൻ സംസാരിച്ചിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അത് സജീന്ദ്രനെ ഏൽപ്പിച്ചിരുന്നു DCC പ്രസിഡന്റിനോട് സംസാരിക്കാൻ വേണ്ടി. എന്നാൽ ആലോചിച്ച് നോക്കിയ APCC പ്രസിഡന്റിന്റെ അവസ്ഥ അതാണ്. എന്റെ മെറിറ്റിന് അംഗീകാരം കിട്ടണമെങ്കിൽ DCCയുടെ പ്രസിഡന്റിന്റെ അനുവാദം വേണമെന്ന്. അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. ഈ ലിജു ഉണ്ടായിരുന്നു, പിന്നെ പഴംകുളം മധു ഉണ്ടായിരുന്നു, MM നസീർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റേ ജോസഫ് ഇല്ലേ, ജെയ്സൺ ജോസഫ് ഉണ്ടായിരുന്നു. കോൺഗ്രസ് തന്നെ
നിൽക്കും എന്ന് ഉറച്ചു പറയുമ്പോഴും ഞാൻ ഒരു ജനറൽ ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചത് എന്നെ പുറത്താക്കുമ്പോഴല്ലേ അപ്പോൾ ആലോചിക്കാം. ഇപ്പം എന്തായാലും ഞാൻ PT തോമസ് എന്നെ പൊളിറ്റിക്സിൽ കൊണ്ടുവന്നു. ഞാൻ ഇതിനു വേണ്ടി MLA ആവണം MP ആവണമെന്ന് ആഗ്രഹിച്ചു വന്നതല്ല. എൻ്റെ ഒരു ലീഡർഷിപ്പ് കണ്ടുപിടിച്ചാണ് മലയാള മനോരമ ബാലജൻസഖ്യത്തിലൂടെ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാ ആഴ്ചയിലും ഞാൻ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരാളാണ്. അവരുടെ ഇതിലെല്ലാം വരുന്നതും പത്രത്തിലും ഒക്കെ വന്നു. ഞാൻ ഓരോ കോളേജ് തെരഞ്ഞെടുപ്പിലും ഉജ്ജ്വല വിജയം നേടി. അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന വയലാർ രവിയുടെ മോളെ തോപ്പിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ. ജില്ലാ കൗൺസിലില് രത്നലാസ് മോനെ റിബലായി മത്സരിപ്പിക്കാൻ ശ്രമിച്ചു. പലരും തോപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് കേരളത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഞാൻ ജയിച്ചത്. മറ്റാർക്കും അവകാശപ്പെടാൻ നേരത്തെ ഇപ്പോഴും ഞാനും ഈ ഫ്രാൻസിസ് ജോർജ് MP ആണ്. അന്ന് അദ്ദേഹം ജില്ലാ കൗൺസിൽ ആരക്കുന്നം ഡിവിഷനിൽ ജയിച്ചു. ഞങ്ങൾ രണ്ടുപേരാണ് ഈ ജില്ലയിലെ മലയാള മനോരമ അന്ന് വലിയ ഫോട്ടോ ഇട്ടിരുന്നത്. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച 2 പേര്. അദ്ദേഹം ഇന്ന് MP ആണ്, ഞാൻ MP അല്ല. ഞാൻ ഒരു സാധാരണ പ്രവർത്തക. ഞാൻ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞ പോലെ സാധാരണ പ്രവർത്തകയായതിലും ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ മെറിറ്റാണത്. എന്നെ തഴഞ്ഞത് എൻ്റെ അയോഗ്യതയല്ല, അതെൻ്റെ മെറിറ്റാണ്. ഇന്ന് കസേരയിലിരിക്കുന്ന പലരേക്കാൾ എവിടെയും എനിക്ക് തലയുയർത്തിയിരിക്കാം. ഏതായാലും അത് ആ നിലപാടുകളോടുകൂടി ആ പോരാട്ടം തുടരട്ടെ. മാറ്റത്തിന്റെ കാറ്റ് മറ്റ് മേഖലകളെ പോലെ രാഷ്ട്രീയത്തിലും വീശണമെന്നുണ്ടെങ്കിൽ വീശട്ടെ. അതിനുള്ളൊരു തുടക്കമാകട്ടെ വാക്കുകൾ എന്നുകൂടി. വളരെയധികം നന്ദി സീമ റോസ്ബെൽ ജോൺ.